അമ്മ ഇതിനകത്തേ ഇത്തിരി ഒന്ന് വെക്കോ അമ്മ. കുട്ടപ്പായി ഒന്ന് ചോദിക്കട്ടെ, വന്നേ ചെടി കണ്ടു. ആര് വളർത്തിയതാ? വെള്ളം കുറവായിരുന്നു. അയ്യോ, അല്ല പിന്നെ കാണാം. വേഗം കളക്കി. നിങ്ങൾ വരെ വെയിറ്റ് ചെയ്തതാന്ന് തോന്നുന്നു ഇവര്. എടുത്ത് ഇപ്പുറത്തോട്ട് വെച്ചാലോ? എനിക്ക് ക്ഷമയില്ലമ്മ. ഇപ്പം വേണോ? ഇതങ്ങനെ പാർവതിയുടെ പാറു ഇഷ്ടപ്പെട്ട ജനങ്ങളുടെ. നീ ഇപ്പൊ പോലെ ഒരു കാര്യം ഉണ്ട്, ഇങ്ങോട്ട് വന്നേ, പെട്ടെന്ന് വന്നു, ഒരു കാര്യം പറയണം. പോലെ ഇങ്ങോട്ട് വന്നേ. അതുപോലെ റെഡിയാണോ? പറ്റുന്നില്ലല്ലേ, പിന്നാണ് ഈ പൊങ്കാല ദിവസത്തിൽ നമ്മുടെ എല്ലാവരുടെ സ്വന്തം പാർവതി കൃഷ്ണയുടെ വീട്ടിലാണ് ഞാൻ എന്നുള്ളത്. ഇത് പാർവതിയുടെ മോൻ അച്ചുകുട്ടൻ അല്ലടാ. ഹായ് പറ. പാർവതി, ഒത്തിരി സന്തോഷം കേട്ടോ ഞങ്ങളുടെ വീട്ടിലോട്ട് ക്ഷണിച്ചതിലും. അതോടൊപ്പം ഇന്ന് ഈ വീട്ടില് അമ്മയോടൊപ്പം അല്ലെ മോനോടൊപ്പം ഇങ്ങനെ പൊങ്കാല കൂടാനുള്ള കാരണം എന്താ? കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതുപോലെ, എനിക്കൊന്ന് കോവിഡ് തൊട്ട് നമ്മൾ വീട്ടിൽ തന്നെയാണ്, അല്ലെങ്കിൽ അമ്പലത്തിനടുത്തൊരു സ്ഥലത്താണ് സാധാരണ ചെയ്യുന്നത്. കാരണം അമ്പലത്തിന് ഡയറക്റ്റായിട്ട് വന്നിട്ട് തളിക്കുമല്ലോ. പക്ഷെ അന്ന് തൊട്ട് നമ്മുടെ വീടിന്റെ എവിടെ ആയാലും ഭഗവതി ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അത് വീട്ടിലാകുമ്പോൾ കുറച്ചുകൂടെ ഐശ്വര്യം ഉണ്ടെന്നുള്ളൊരു. എത്ര വർഷമായിട്ട് ഇപ്പം പൊങ്കാല ചെയ്യുന്നുണ്ട്? കുറേ വർഷമായിട്ട്. ഞാൻ കല്യാണം കഴിച്ചു വന്നതാണ് ട്രിവാൻഡ്രത്തേക്ക്. ശരിക്കും പത്തനംതിട്ടക്കാരിയാണ്, കോന്നിക്കാരിയാണ്. നമ്മളൊരു നാട്ടുകാരിയാണ്. അതെ, ഞങ്ങൾ ഒരു നാട്ടുകാരാണ്. അപ്പൊ ഈ പറയണ പോലെ അന്ന്, അതായത് അന്നൊന്നും വിചാരിക്കുന്നില്ല നമ്മൾ തിരുവനന്തപുരത്ത് വന്ന് സെറ്റിൽ ആവുമെന്നോ അങ്ങനെയൊന്നും ഒരു കാര്യങ്ങൾ വിചാരിക്കും. കുഞ്ഞിലെ മുതൽ ഇടുന്നുണ്ടായിരുന്നു. എനിക്കൊന്ന് എത്ര ക്ലാസ് തൊട്ടൊക്കെ ഇടുന്നുണ്ടാവും അമ്മ? ട്രിവാൻഡ്രംകാരുടെ ഒരു ആഘോഷം തന്നെയല്ലേ ഒരു ആറ്റുകാൽ പൊങ്കാല? ട്രിവാൻഡ്രംകാരുടെ അല്ല, കേരളത്തിലെ മൊത്തം ഒരു പെണ്ണുങ്ങളുടെ ആഘോഷം എന്ന് തന്നെ. സ്ത്രീകളുടെ ഒരു ശബരിമല എന്ന് തന്നെ അറിയപ്പെടും അമ്പലത്തിനെ അല്ലേ? ഇപ്പൊ ഓരോ ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചാണല്ലോ ഓരോ പൊങ്കാലകൾ സമർപ്പിക്കുന്നത്. ഇതുവരെ നടന്നൊരു ആഗ്രഹവും നമ്മളോടൊന്ന് പങ്കുവെക്കാവോ? എല്ലാ ആഗ്രഹങ്ങളും ഇതുവരെ നടന്നിട്ടുണ്ട്. 12th പഠിക്കുമ്പോൾ +2 ഒരു 90% മാർക്ക് വേണമെന്നൊക്കെ ആഗ്രഹമായിരുന്നു. പക്ഷെ അതുപോലൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ. അതായത് ഇത് നമ്മുടെ ഒരു വിശ്വാസമാണ്. നമ്മൾ പറയത്തില്ലേ, ചില കാര്യങ്ങൾ നമ്മളെ മുന്നോട്ട് കൊണ്ടുവന്ന ചില വിശ്വാസങ്ങളായിരിക്കും. അത് കറക്റ്റായിട്ട് സംഭവിക്കാറുണ്ട്. അതിങ്ങനെ ഈ തിളച്ച് വീഴുമ്പോൾ കിട്ടുന്ന നമുക്കൊരു സന്തോഷം, ഒരു സംതൃപ്തി ഉണ്ട്. അത് ഭയങ്കര അടിപൊളിയാണ്. എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഈ പൊങ്കാലയ്ക്ക് വേണ്ടി ചെയ്തത്? ഇപ്പം ഞാൻ എൻ്റെ ഒരു പുതിയ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം കമ്മിങ് 16th. താങ്ക് യു സോ മച്ച്. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലായിരുന്നു കുറേ ദിവസമായിട്ട്. അപ്പോൾ എൻ്റെ മദറിലോ ആണ് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ ഇന്നലെ രാത്രി പോയി പർച്ചേസ് ചെയ്യുന്നേ ഉള്ളൂ. ബാക്കി കലങ്ങളാണെങ്കിലും ശരി, വ്രതമാണെങ്കിലും ശരി. ഇപ്പം കുറേ ദിവസം എടുക്കാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 1-2 ദിവസമെങ്കിലും ഇപ്പം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും. പാർവതി കരയുമല്ല, നിങ്ങൾ ഒരു കാരണവശാലും കരയുവാന്ന് പറയല്ലേ. ഭക്തി മാർഗത്തിൽ കരയാണെന്ന് അതിന്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. അതിലൊരു ഇത് തിളച്ചു വരുമ്പോൾ നമ്മുടെ കണ്ണെന്ന് അറിയേണ്ടത് അറിഞ്ഞു വരും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം, പുതിയ സംരംഭം എല്ലാം അടിപൊളിയാവട്ടെ തീർച്ചയായിട്ടും. അപ്പം ഓരോ എല്ലാ ആളുകളെയും എന്താണ് ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കുന്ന എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ, ഭഗവതിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ 16-ാം തീയതി എൻ്റെ ഷോപ്പിന്റെ ഇനോഗ്രേഷൻ ആണ്. അതെ, എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുകയാണ്. 16-ാം തീയതി വൈകിട്ട് 3:30 ശാസ്മംഗലം ജംഗ്ഷനിൽ വെച്ച് ധ്യാൻ ജയൻ ആണ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ എല്ലാവരും വരാൻ ശ്രമിക്കുക. അത്രേ ഉള്ളൂ. എല്ലാവിധ പൊങ്കാല ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു അജയ്.